ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. പ്രൈസൊള്ളാമേ, ഹല്ലേലൂയ. ഒരു സന്ദേശം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യെശയ്യാവ് 42:8 അവൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളെ നമുക്ക് അടിസ്ഥാനമാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധമായ സ്വർഗീയ നല്ല കർത്താവെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആത്മീയമായി സന്ദേശം അറിയിപ്പാൻ കൃപ നൽകണം. ആത്മാവ് സംസാരിക്കണം. അങ്ങയിൽ ആശ്രയി ശരണപ്പെടുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗപിതാവേ, ആമേൻ. സ്തോത്രം. ഇവിടെ വായിച്ചതായ തിരുവചനത്തിൽ ദൈവത്തിൻ്റെ നാമം പ്രൈസൊള്ളാമേ, യേശു എന്നാണ് നാമം. പുതിയ നിയമത്തിൽ പ്രൈസൊള്ളാമേ യെശയ്യാവ് പ്രവചനത്തിൽ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തിരുവചനമാണ് ഇപ്പോൾ നാം വായിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രൈസലോ അത്ഭുതമായ വിടുതലുകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. പ്രിയരെ, ദൈവം പ്രൈസലോ നമുക്ക് സങ്കേതവും കോട്ടയുമായ ദൈവമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ നിറവേറ്റി തരുന്ന ദൈവമാണ്. ദൈവാത്മാവിന് ഒരു നദി പോലെയാണ് ദൈവം പ്രൈസലാമെ സങ്കല്പിച്ചു വച്ചിരിക്കുന്നത്. അതായത് ഒരു നദിയിൽ നാം കുളിക്കാൻ ഇറങ്ങുന്നത് പോലെയാണ്. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ട് കടപ്പാൻ പറ്റാത്തതായ ഒരു ആത്മനദി, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്തോത്രം സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ മുട്ടോളമല്ല, അരയോളമല്ല, 1 മുട്ടോളമല്ല, 2 അരയോളമല്ല, 3 നീന്തിയിട്ട് കടപ്പാൻ പറ്റാത്തതായ ഒരു ആത്മനദിയിലേക്കാണ് നാം ഇറങ്ങേണ്ടത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു യുഗമാണ്. ചിലർക്ക് മുട്ടോളം മതി, ചിലർക്ക് അരയോളമൊക്കെ മതി. അവിടെ നിൽക്കുക. നീന്തിയിട്ട് കടപ്പാൻ വയ്യാത്ത, നീന്തി ദൈവസ്ഥാനത്തിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ആത്മപ്രവാഹം, ആത്മാവിൻ്റെ ഒരു വിടുതൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആത്മീയമായ സന്ദേശത്തിൽ കൂടെ നാം പ്രൈസലോട് ആത്മീയത്തിൽ സന്തോഷിക്കുക, അന്യഭാഷം നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. നമ്മെ മറന്നു ദൈവസ്ഥാനത്ത് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ നടക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ചിലർ പ്രാർത്ഥിക്കും, പക്ഷെ വിടുതൽ കാണാൻ കഴിയുന്നില്ല. ചിലർ ആരാധിക്കും, പക്ഷെ ആത്മപകർച്ച കാണാൻ കഴിയുന്നില്ല. ചിലർ ഉപവസിക്കും, പക്ഷെ അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിയുന്നില്ല. ചിലർ നന്മകൾ ചെയ്യും, പക്ഷെ അതിൻ്റെ നന്മകൾ തിരിച്ചു കിട്ടുന്നില്ല. കൊടുപ്പിൻ നിങ്ങൾക്ക് കിട്ടുമെന്നാ, അത് ചിലർ കിട്ടുന്നില്ല. അങ്ങനെ ഒരു സംഭവങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ
കൊടുക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിശാച് തടഞ്ഞു വച്ചിരിക്കുകയാണ്. എൻ്റെ നിൻ്റെ അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കാതിരിക്കാൻ പിശാച് എന്ത് ചെയ്യുക? തടഞ്ഞു വച്ചിരിക്കുക. അതിനെ പ്രേക്ഷകരോ പൊട്ടിച്ച് നാം അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നാം പിടിച്ചു മേടിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ നന്മ അനുഭവിക്കാൻ കഴിയൂ. ആരാധിക്കുന്നു, പക്ഷേ വിടുതൽ കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രശ്നമുള്ള പിശാച് വിടുവിക്കാതെ ചില പദ്ധതികളാൽ നമ്മെ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ഉപവസിക്കുന്നു, ഈശലാമെ, ഒന്നും കാണാൻ കഴിയുന്നില്ല. പിശാച് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ആ ബന്ധനങ്ങൾ അഴിക്കുവാൻ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. 1 ആരാധിക്കുന്നു, 2 കൊടുക്കുന്നു, 3 ഉപവസിക്കുന്നു, 4 പ്രൈസലോം പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതിനൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല പലർക്കും. ഈ ലോകത്തിൽ പരിഹാരം കണ്ടെത്തുവാൻ ഒരുവനിൽ കൂടെ മാത്രമേ കഴിയൂ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നാം പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ വിടുതൽ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മുട്ടപ്പായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തിന് നാം തയ്യാറാകണം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ശക്തി നൽകുന്ന ദൈവമാണ്. നാം ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. മാത്രമല്ല, ഉദാഹരണത്തിന് നാം തുണി കഴുകുന്നെങ്കിൽ അതിന് അഴുക്ക് പോകുന്നില്ലെങ്കിൽ പിന്നെ സോപ്പിൽ അത് കാരമില്ലാത്തത് കൊണ്ടാണ്. സ്തോത്രം. എന്ന് പറയുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ തടസ്സമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സാധിക്കാത്തത്. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കാണാൻ കഴിയുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് വിടുതൽ കാണാൻ കഴിയുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രേക്ഷകർ നമുക്കുള്ള മുന്നിൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാൻ കഴിയും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം ശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും, നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ദൈവത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പലർക്ക് വിടുതൽ കാണാൻ കഴിയുന്നില്ല, അനുഭവിക്കാനും കഴിയുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ദൈവം പഠിക്കുന്നുണ്ട്, ദൈവഗീതത്തിൽ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹമൊന്നും കാണാൻ കഴിയുന്നില്ല, പ്രാപിക്കാനും കഴിയുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, പിശാച് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ആ തടസ്സങ്ങളെ മാറ്റേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പിശാചിൻ്റെ പദ്ധതികളെ എൻ്റെ ദൈവം പൊളിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. യഹോവ യേശുവേ വചനം അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. വചനത്തിൻ്റെ ശക്തിയുണ്ട്. അതായത് ദൈവം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ്. അതുപോലെ സംഭവിച്ചവർ കണ്ട്. അതാ സ്തോത്രം. പ്രൈസലാമേ, ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ പല അത്ഭുതങ്ങൾ മനുഷ്യന് ലഭിച്ചു. അതിൽ ഒരു അത്ഭുതം ഞാൻ പറയുകയാണ്. പത്രോസ് നടക്കുമ്പോൾ നിഴല് തട്ടി സൗഖ്യമാകും. അപ്പോൾ നിഴലിന് പോലും ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അതെന്താ ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഉപവസിക്കുമ്പോൾ, അന്യഭാഷകൾ ആരാധിക്കുമ്പോൾ പ്രൈസലാമേ വിടുതൽ കാണാൻ കഴിയുന്നില്ല. അതാണ് ചിലരുടെ ജീവിതത്തിലുള്ള
വല്ലാത്തൊരവസ്ഥയെന്ന് പറയുന്നത്. ചിലർ വിടുതൽ കാണുന്നുണ്ട്. ദൈവവചനത്തിൽ ഞാൻ ഈ പറഞ്ഞതായ വിഷയത്തിൽ പത്രോസിൻ്റെ നിഴൽ തട്ടി സൗഖ്യമാകുന്നു, വിടുതൽ കാണുന്നു, അനുഭവിക്കുന്നു ജനം. അതായത് അനേക രോഗികളെ കൊണ്ട് കിടത്തുക. പത്രോസ് നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും തട്ടി സൗഖ്യമാകേണ്ടതിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവം നമുക്ക് വിടുതൽ അറിവാൻ ശക്തനായ ദൈവമാണ്. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ ഒരു സംഭവം അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്നു മുതൽ എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ സന്ദേശം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാൻ പോവുകയാണ്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിടുതലില്ല, കരഞ്ഞാൽ വിടുതലില്ല. അപ്പം എന്തുകൊണ്ട്? അതുകൊണ്ട് കണ്ണുനീർ പൊഴിക്കുമ്പോൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതായത് കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമാണ്. അപ്പോൾ ആത്മീയമായി വളരുവാനും ആത്മീയമായി ജീവിക്കുവാനും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. എൻ്റെ ദൈവം പ്രൈസലാമേ ഹല്ലേലൂയ, ഒരു വിടുതൽ എനിക്ക് കാണണം. ദൈവസ്ഥാനത്തിൽ എനിക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണണം. എൻ്റെ ജീവിതത്തിൽ നന്മ ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതൽ പ്രാപിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയും വിശ്വാസവും ഉണ്ടെങ്കിൽ എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വരും കാലങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം കാണിക്കുന്ന ദൈവമാണ്. എൻ്റെ താഴ്ചയിൽ ഓർത്തവന് അവൻ ദൈനികമുള്ളത്. കേട്ടോ, ഇസ്രായേൽ ജനം പറഞ്ഞതാണ്. അവർ താഴ്ചയിൽ ദൈവം ഓർത്ത് വിടുതൽ കൊടുത്തുണ്ടോ? സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രൈസലാമേൻ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ കാണുന്നു, അവർ മനസ്സിലാക്കുന്നു. ഇന്നും പ്രൈസലോ ദൈവം പ്രവർത്തിക്കുന്നു. അത് മനസ്സിലാക്കുന്ന അനേകരുണ്ട്. ചിലർക്ക് പ്രൈസലാമേ വർഷങ്ങളായിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതലും കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിശാചിൻ്റെ പദ്ധതികളെ പ്രൈസലാമേ എൻ്റെ ദൈവം ഹല്ലേലൂയ പൊളിച്ചെങ്കിൽ മാത്രമേ വിടുതൽ കാണാൻ കഴിയും. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ദൈവം പിശാചിൻ്റെ പദ്ധതികളിൽ പൊളിക്കും. വർഷങ്ങളോളം നന്മയില്ല, നന്മ കിട്ടുന്നില്ല, നന്മ പ്രാപിക്കാൻ കഴിയുന്നില്ല. പിശാച് അത് അടച്ചു വച്ചിരിക്കുന്നു. ഏതാ ദൈവം ആ ചങ്ങല ദൈവം പൊട്ടിക്കാൻ പോവുക. നന്മയുണ്ടാകും, നീ നന്മ അനുഭവിക്കില്ല എന്ന് വെല്ലുവിളിച്ചു കൊണ്ട് നിൽക്കുന്ന പിശാചിൻ്റെ മണ്ഡലങ്ങളെ എൻ്റെ ദൈവം പ്രേക്ഷണം പൊട്ടിക്കും. കാരണം സർവശക്തനായ ദൈവമാണ്. എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം കാണും. ചിലരെന്ന് പറയുന്ന പ്രൈസലാമേ തൻ്റെ ദൈവാസന്മാർ പ്രാർത്ഥിക്കുകയും പല കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷേ അവർക്ക് വിടുതലൊക്കെ ദൈവം കൊടുക്കും. പക്ഷെ പിന്നീട് അവർ മറക്കും. ആര്? ദൈവത്തെ അല്ല, പ്രാർത്ഥിച്ചവരെയൊക്കെ മറക്കുന്നവരുണ്ട്. അതുവരെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറയും, പല കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യും. പക്ഷേ ലഭിക്കുമ്പോൾ പ്രാർത്ഥിച്ചവരെ ഓർക്കുന്ന വളരെ ആൾക്കാർ ലോകത്തുണ്ട്. അതുപോലെ തന്നെ ദൈവസ്നേഹമുള്ളവരുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ ദൈവദാസന്മാരെ കണ്ടാൽ വളരെ മാന്യമായി സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട്. കണ്ടാൽ ചായ കുടിച്ചിട്ട് പോകാം, കാപ്പി കുടിച്ച് തരാം ഒക്കെ ചില സഹായങ്ങളൊക്കെ കാണുമ്പോൾ ദൈവദാസന്മാർക്ക് ചെയ്യുന്ന അനേകരുണ്ട്. ചിലർക്ക് ഇഷ്ടമല്ല. ദൈവസ്നേഹമുള്ളവരുമുണ്ട്, ദൈവസ്നേഹമില്ലാത്തവരുമുണ്ട് ഈ ആത്മീയ ലോകത്തിൽ. ഇസ്ലാമേ സ്തോത്രം. അതുകൊണ്ട് പ്രൈസലാമേ ഹല്ലേലൂയ, നാം ഭയപ്പെടേണ്ട, നാം ഭാരപ്പെടേണ്ട. കാരണം ദൈവം ചിലർക്ക് അങ്ങനൊന്നും
കൊടുക്കാനോ ചെയ്യുവാനോ ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനൊന്നും ഭാഗ്യം ദൈവം കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചിലർ പ്രേക്ഷകരോ ദൈവസ്നേഹമുള്ളവരുണ്ട്. അവരുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകും എന്നൊക്കെ പറയുന്ന അനേകരുണ്ട്. റോഡിൽ നിന്നാലും എവിടെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയാലും ഒക്കെ മിണ്ടുന്നേയും ഒക്കെ ദൈവ സ്നേഹമുള്ളവരൊക്കെ ഉണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സ്തോത്രം ഹല്ലേലൂയ സാഹചര്യങ്ങളിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ നാമം യേശു എന്ന നാമമാണ്. അതുകൊണ്ട് സ്തോത്രം ആ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആളുകളിൽ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ദൈവം പ്രേക്ഷിത സ്വയംഭൂവാണ്, ദൈവം സർവശക്തനാണ്. ആര് ദൈവത്തോട് നിലവിളിക്കുന്നു, ആര് ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവം വിടുവിക്കും. ഇതുവരെ വിടുതലില്ലെങ്കിൽ പ്രേക്ഷിതോ ദൈവം വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. ചിലർ പ്രേക്ഷിതലാകെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലായിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്ന ആളുടെ ജീവിതത്തിൽ വിടുതലില്ല. പലതും അങ്ങനെ നടക്കുന്നത്. ഒരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ വിടുതൽ നടക്കും, ആ വ്യക്തിക്ക് വിടുതലില്ല. പിശാച് വിവിധ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ പദ്ധതികളെ പൊളിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവം പൊളിക്കും. എൻ്റെയും നിൻ്റെയും അനുഗ്രഹങ്ങളെ ദൈവം തരുന്ന ദൈവമാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കഷ്ടതയുടെ കൂമ്പാരം, കഷ്ടതകൾ വർദ്ധിച്ചു വരുന്നു, കഷ്ടത കൊണ്ട് ക്ഷീണം വരുന്നു, കഷ്ടത കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, കഷ്ടത കൊണ്ട് പ്രേക്ഷകർ പലതും മറന്നു പോകുന്നു, കഷ്ടത കൊണ്ട് ചിലർ രോഗികളായി തീരുന്നു, കഷ്ടത കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ചിലർ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നു, കഷ്ടത കൊണ്ട് പ്രേക്ഷകമേ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ല. അങ്ങനെ വലിയ ക്ഷീണ അവസ്ഥയിൽ ചിലർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ. അത് പിശാചിൻ്റെ പദ്ധതി തന്നെയാണ്. അതുകൊണ്ട് ഈ പദ്ധതികളെ പൊളിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസ്രായനായ യേശു ക്രിസ്തുവിന്. അവൻ അഴിയും. നീ ക്ഷീണപ്പെടേണ്ട. നിന്റെ അകത്തുള്ള മനുഷ്യൻ സ്തോത്രം ശക്തപ്പെടണം. നാൾതോറും ശക്തപ്പെട്ട് കർത്താവിന് വേണ്ടി നിലനിൽക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. രണ്ട്, ദൈവത്തോട് യാചന കഴിക്കുക. ദൈവം തൻ്റെ കരം അയച്ച് പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഒരു മനുഷ്യൻ്റെ ആയുസ് പ്രേക്ഷകർ മുഴുവനും കഷ്ടത കിടത്തുന്ന ദൈവമല്ല, ഒരു വിടുതൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിന്ദിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്നവരുടെ നടുവിൽ ദൈവം മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവുണ്ട്, മറന്നു പോകരുത്. ഒരു നിന്ന നിൻ്റെ ജീവിതത്തിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. നിന്നെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. നിന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ വാക്കേറ്റം കയ്യേറ്റം നീ സഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രീസലോ അതിന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഒരു നിന്നയെ കേൾക്കുമ്പോൾ നീ ഭാരപ്പെടേണ്ട. അതിൽ കൂടെ നീ ചിന്തിച്ചോണം, യേശു സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രീസലോ സർവവല്ലഭനായ ദൈവത്തിൻ്റെ അത്ഭുതമായ പ്രവൃത്തിയുടെ കരം വെളിപ്പെടുത്തിക്കൊണ്ടാ ദൈവം നമ്മെ അനുഗ്രഹമായ നിലയിൽ നടത്തുവാനിടയായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്വർഗത്തിൻ്റെ കരം വെളിപ്പെടുത്തി തരുവാൻ ഇടയായിത്തീരും. യഹോവ നമുക്ക് സംഗതമായിരിക്കുകയാണ്. യഹോവ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമായ കരമയച്ച് വിടിവിക്കുവാൻ മതിയായ ദൈവമാണെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല.
ദൈവം പ്രൊഫസലാമെ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ചിലരോട് ദൈവത്തിന് അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. നിന്നെ ദൈവത്തിന് ഉയർത്തണമെന്ന് ആഗ്രഹമുണ്ട്, നിന്നെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്, നിന്നെ സമ്പന്നങ്ങളിലേക്ക് നടത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, നിന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്, നിന്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ സ്തോത്രം, ദൈവത്തിന് അങ്ങോട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അനുഭവം ഉണ്ട്. ഞാൻ ചോദിക്കും, ദൈവത്തിന് സകലം കഴിയത്തില്ലയോ? ഒരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ ദൈവം വലിയ അത്ഭുതം ചെയ്യും. നിന്നെ ദൈവം ഉയർത്തുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമയമാകുമ്പോൾ ദൈവം വഴി തുറക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന് പ്രൈസലാമേ ഒരു വീട് വയ്ക്കുന്നത് ഒരു സമയമുണ്ട്, ഒരു ജോലി ലഭിക്കുന്നതിന് ഒരു സമയമുണ്ട്, വേലി പൊളിക്കുവാനും ഒരു സമയമുണ്ട്, കെട്ടുവാൻ ഒരു സമയമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ച് പറയുന്നു. ജനിക്കാനൊരു സമയമുണ്ട്, മരിക്കുന്നത് ഒരു സമയമുണ്ട്. അപ്പോൾ പ്രൈസലാമേ എല്ലാത്തിനും ഒരു ദൈവത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം പ്രൈസല വലിയ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആകാശം ഇതേ പ്രൈസല അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. നീ ഹല്ലേലൂയ ദൈവത്തെ മറക്കരുത് പ്രൈസലാമേ. കാരണം ദൈവത്തിൻ്റെ വ്യവസ്ഥകളെ മറക്കരുത്, ദൈവത്തിൻ്റെ ആലോചനകളെ മറക്കരുത്, ദൈവത്തിൻ്റെ പദ്ധതികളെ മറക്കരുത്. കാരണം ദൈവം ഒരു ദിവസം പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തൻ്റെ ജനത്തെ കടാക്ഷിക്കുന്ന ദൈവമാണ്. തൻ്റെ ജനത്തിൻ്റെ പ്രൈസലാമേ അവസ്ഥകൾക്ക് ഹല്ലേലൂയ നാം മാറ്റം വരുത്തുമ്പോൾ, ഹല്ലേലൂയ ആത്മീയമായി നാം ദൈവസന്നിധിയിൽ പരമേൽപ്പിക്കുമ്പോൾ ദൈവം ആത്മീയമായി വിടുവിക്കുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതമായ കരം നാം കാണും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കാരണം ദൈവം വിളിച്ചവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. മഹാസമ്പന്നനായ ദൈവത്തിൻ്റെ മഹാകരുണയുള്ള ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് യാതൊന്നും നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. ഒരു വലിയ മാറ്റം ദൈവജനത്തിന് നടുവിൽ ദൈവം ചെയ്യും. വലിയൊരു വിടുതൽ എന്നിൽ നിന്നിൽ കേൾക്കുന്ന ദൈവവചനം പ്രൈസലാമേ ഹല്ലേലൂയ അതിൽ കൂടെ ഒരു വലിയ വിടുതൽ ഉണ്ട് എന്നുള്ള കാര്യത്തിന് നാം മറന്നു പോകരുത്. മനുഷ്യരൊക്കെ പ്രൈസലാമേ നമ്മെ തളർത്തുന്ന വാക്കുകളായിരിക്കും പറയുന്നത്, നമ്മെ തകർക്കുന്ന വാക്കുകളായിരിക്കും പറയുന്നത്. നമ്മുടെ ദൈവ ആലോചനകളൊക്കെ നശിച്ചു പോകുന്ന രീതിയിലുള്ള വാക്കുകളായിരിക്കും മനുഷ്യൻ നമ്മോട് പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതായ തിരുമൊഴികളെ അല്ലെങ്കിൽ ആത്മീയ സന്ദേശങ്ങളെ നാം ഏറ്റെടുത്ത് ജീവിച്ചാൽ തീർച്ചയായും സ്തോത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ ഉയർത്തുന്ന ഒരു ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സഹായിക്കുന്ന ദിനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നീ തീ കൂടെ നടന്നെങ്കിൽ ഇനി നിന്നെ തീ കൂടെ നടത്താൻ എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. കഴിഞ്ഞ നാളുകളിൽ നീ കാരാഗൃഹത്തിൽ കിടന്നെങ്കിൽ ഇനി നിന്നെ കാരാഗൃഹത്തിൽ കിടത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നീ പൊട്ടക്കിണറ്റിൽ കിടന്നെങ്കിൽ ഇനി ദൈവം നിന്നെ പൊട്ടക്കിണറ്റിൽ ഇടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ സിംഹക്കുഴിയിൽ കിടന്നെങ്കിൽ
ഇനി നിന്നെ സിംഹക്കുഴിയിലിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നീ കഴിഞ്ഞ ദിവസം പൈതാഹത്തിലായിരുന്നെങ്കിൽ ഇനി ദൈവം പൈതാഹം തരുന്ന ദൈവമല്ല. നീ കഴിഞ്ഞ ദിവസം കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടെങ്കിൽ ദൈവം സ്വന്തം നിന്നെ അവിടെ ഇനി ഇടില്ല. കഴിഞ്ഞ ദിവസം കള്ള സഹോദരന്മാരുടെ ആപത്തിൽപ്പെട്ടെങ്കിൽ ഇനി അവിടെ ദൈവം ഇടാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ നാളിൽ നീ പട്ടിണിയിലായിരുന്നെങ്കിൽ ഇനിയും ദൈവം നിന്നെ പട്ടിണിയിടാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ വസ്ത്രങ്ങൾ ധരിപ്പാൻ ഇല്ലായിരുന്നെങ്കിൽ ഇനി നീ വസ്ത്രം ദൈവം തരും ഇടാൻ. പ്രൈസ്. ആ ദൈവത്തെയാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. കഴിഞ്ഞ നാളിൽ നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ, ഈ ലോകർ, ബന്ധുക്കൾ, ചർച്ചക്കാർ, ഭവനക്കാർ തള്ളിക്കളഞ്ഞെങ്കിൽ ഇനി ദൈവം നിന്നെ തള്ളില്ല. ദൈവം നിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. നിനക്ക് ആരുമില്ലെങ്കിൽ നീ പറയുന്നെങ്കിൽ നിനക്ക് ഒരാളുണ്ട്, നസറേയനായ യേശു ക്രിസ്തുവുണ്ട്. നിന്നെ വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല, നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസലോ. മരുഭൂമിയിൽ കല്ല് വെച്ച് തലകണ വെച്ച് നീ ഉറങ്ങിയെങ്കിൽ പ്രൈസലാം ഇനി അത് വരില്ല. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പ്രൈസലോ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസലാമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശെ തന്റെ ജനം പ്രൈസലോ ചെങ്കടലിന്റെ നടുവിൽ കൂടെ നടന്നെങ്കിൽ, മതിൽ പ്രൈസല പോലെ വെള്ളം നിന്നെങ്കിൽ, ഉണങ്ങി നിലമെന്ന പോലെ അവർ പോയെങ്കിൽ നിന്നെയും പ്രൈസലാം ഉണങ്ങി നിലമെന്ന പോലെ പ്രതികൂലയുടെ നടുവിൽ ഉറപ്പോടെ നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം പറയുന്നു, ഇതുവരെ നിനക്ക് വിടുതലില്ലെങ്കിൽ ദൈവം നിനക്ക് വിടുതൽ തരാൻ പോവുകയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ കഴിഞ്ഞ നാളിൽ നിനക്ക് നന്മ അനുഭവിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടെങ്കിൽ ദൈവം നിനക്ക് നന്മയുടെ ഉറവിടം തുറക്കാൻ പോവുകയാണ്. പ്രൈസലാമേ. നീ കഴിഞ്ഞ നാളുകളിൽ പല രാജ്യങ്ങളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ദൈവം നിനക്കായി, എനിക്കായി ദൈവം രാജ്യങ്ങൾ തുറക്കാൻ പോകുക. സ്തോത്രം. നിന്നെ കഴിഞ്ഞ നാളുകളിൽ അംഗീകരിച്ചില്ലെങ്കിൽ ദൈവം നിന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രൈസലാമേ. ലോകത്തിൽ പ്രൈസലാമേ. ഹല്ലേലൂയ. ലോകത്തിൻ്റെ കണ്ണിൽ ഹല്ലേലൂയ നിന്നെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിന്നെ കാണിക്കുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. സ്വർഗം ഹല്ലേലൂയ ഇന്നു മുതൽ അനുഗ്രഹത്തിൻ്റെ കലവറ ദൈവം തുറക്കാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കാത്ത ദിനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ നിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം വിടുവിക്കാൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ സന്ദേശത്തിലൂടെ ആത്മാവ് അറിയിക്കുകയാണ്. സ്വർഗം സിംഹാസനവും ഭൂമി തൻ്റെ പാദപീഠമായിരിക്കുകയാണ്. പാദപീഠത്തിൽ നിന്നുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രൈസലോ, നീ കഴിഞ്ഞ നാളുകളിൽ തീ കൂടെ നടന്നെങ്കിൽ ഇനി നിന്നെ തീ കൂടെ നടത്താൻ ദൈവം അനുവദിക്കത്തില്ല. കഴിഞ്ഞ നാളിൽ നീ കഷ്ടതയിൽ കൂടെ നടത്തിയെങ്കിൽ ഇനി ദൈവം നിന്റെ കഷ്ടത മാറ്റി ഇനി നിന്നെ കഷ്ടതയിൽ കൂടെ നടത്തത്തില്ല. പ്രൈസലാമേ. അനുഗ്രഹത്തിൻ്റെ പ്രൈസലാമേ ദൈവത്തിൻ്റെ കരങ്ങളിൽ നടത്തുവാൻ എന്നെ നിന്നെ ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്ഥിതിക്ക് മാറ്റം തരുന്ന ദൈവം, അവസ്ഥകൾക്ക് മാറ്റം തരുന്ന ദൈവം, പ്രതികൂലങ്ങളെ മാറ്റുന്ന ദൈവം, ഹല്ലേലൂയ, അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കൂടെയുണ്ട്. ചില ബന്ധനങ്ങൾ, ചില പോരുകൾ, പോരാട്ടങ്ങൾ ദൈവം അഴിക്കാൻ പോവുകയാണ്. നസറേയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ചില ബന്ധനങ്ങളെ പ്രൈസലോ ദൈവം അഴിച്ചു മാറ്റി സ്വതന്ത്രനാക്കുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. അതുകൊണ്ട് നാം ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം പ്രൈസലോ വലിയവ ചെയ്യുന്നവനാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ദൈവം പ്രൈസലോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരം അയച്ച് വിടുവിക്കാൻ പോവുകയാണ്. കാരണം സർവശക്തനായ ദൈവമാണ്. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ ദൈവമാണ്. നമ്മെ വിളിച്ച ദൈവമാണ്.
നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.